ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് തിരിച്ചടിക്കാൻ തുടങ്ങിയെങ്കിലും ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ട്. ബ്രസീലിൽ 3 പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. അഖിലയുണ്ട് വിശദാംശങ്ങളുമായി. അഖില, ഇറാന് നേരെ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും ഐശ്വര്യ, മധ്യേഷ്യ ഒരു വലിയ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാൻ. 100ഓളം ഡ്രോണുകൾ ഇപ്പോൾ തന്നെ പറത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലും പക്ഷേ ഇതിനെ ശക്തമായി നേരിടും, ഈ ഡ്രോണുകളെ തകർക്കും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇതിനെതിരെ വലിയ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കൈപ്പേറിയ ഒരു മറുപടി നൽകും എന്നുള്ള കാര്യം തന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമീനി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള വിവരം കൂടി വ്യക്തമാകുന്നുണ്ട്. ആണവായുധ നിർമ്മാണത്തിൽ ഇറാന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നാണ് പക്ഷേ ഇസ്രായേലിൻ്റെ IDF വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഈ ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അടക്കം മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കാണ് പുതിയ കുറേ വിവരങ്ങൾ കൂടി വരുന്നത്. തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തുടനീളം 1-ലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. പിന്നാലെയാണ് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യോമപാതയൊക്കെ വ്യോമാതിർത്തിയൊക്കെ അടച്ച് ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ എണ്ണ ശുദ്ധീകരണശാലകളിലേക്കോ ഇന്ധന ഡിപ്പോകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും രാജ്യവ്യാപകമായ എണ്ണ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട് എന്നും കൂടി ഇറാൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 50-ലധികം പേർ പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവരെയൊക്കെ ടെഹ്റാനിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ അപലപിച്ച് ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നു. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹോദര രാജ്യമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ സൗദി ശക്തമായി അപലപിക്കുന്നുവെന്ന കുറിപ്പ് തന്നെ പങ്കുവയ്ക്കുന്നു. ഇറാൻ്റെ പരമാധികാരത്തെയും ഇറാൻ്റെ സുരക്ഷയും ദുർബലപ്പെടുത്തുകയും രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവുമാണ് ഇതെന്നാണ് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധസമാനമായ സാഹചര്യത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആദ്യം നടത്തുന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഇതിൽ കൊല്ലപ്പെട്ട് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. പ്രത്യാക്രമണം വളരെ വലുതായിരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയതിന് പിന്നാലെയാണ് ശക്തമായി തിരിച്ചടിക്കാനുള്ള തീരുമാനം നടത്തിയത്. 100ഓളം ഡ്രോണുകൾ ഇപ്പോൾ തന്നെ പറത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ശക്തമായി എതിർക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ഇസ്രായേലിന് ശക്തമായ പിന്തുണ മറ്റ് ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഒരു നിലവിലുള്ള വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനു നേരെ ഇസ്രായേൽ ഇത്തരത്തിൽ ശക്തമായ ആക്രമണം നടത്തിയത് എന്നുള്ള വിവരം വരുന്നുണ്ട്. 200 യുദ്ധവിമാനങ്ങളാണ് ഇതിനായി ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. 100 കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ബോംബുകളും മിസൈലുകളും അടക്കം 300 ആയുധങ്ങളും ഉപയോഗപ്പെടുത്തി എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗദി അപലപിച്ചിട്ടുണ്ട്. ഒപ്പം UAE, ഖത്തർ, ഒമാൻ, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും അടക്കമുള്ളവർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരമാവധി സ്വയം നിയന്ത്രണം പാലിക്കണമെന്നാണ് UAE ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. ഒപ്പം ചർച്ചകൾ നടത്തുകയും അന്താരാഷ്ട്ര നിയമം പാലിക്കുകയും രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുക എന്ന നിലയിൽ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാന് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഏതായാലും മധ്യേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യം കുറച്ച് കാലത്തിന് ഒരു സമാധാനത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് യുദ്ധസമാനമായ സാഹചര്യം അടുത്ത മണിക്കൂറുകളിൽ ഈ ആക്രമണവും പ്രത്യാക്രമണവും കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അഖില, മറ്റൊരു കാര്യം, വീണ്ടും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടക്കുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ ലോകരാജ്യങ്ങളൊക്കെയും ഇടപെടുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ ഇതൊരു തിരിച്ചടി ഉണ്ടായിരിക്കില്ലേ?
തീർച്ചയായും നമ്മൾ വ്യോമപാതയൊക്കെ അടച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിരവധി വിമാനങ്ങളൊക്കെ റദ്ദാക്കുകയും നമ്മുടെ യാത്രകൾക്കുള്ള ആ ഒരു ക്രമീകരണം കഴിഞ്ഞ ദിവസം തന്നെ അഹമ്മദാബാദിലെ വലിയ അപകടത്തിന് പിന്നാലെ നമ്മൾ ചില വിമാനങ്ങൾ വെട്ടിച്ചുരുക്കുകയും അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്ത് വ്യോമ ക്രമീകരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം കൂടി ഉണ്ടായത്. അത് നമ്മുടെ വ്യോമഗതാഗത മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആ തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഒപ്പം ഈ മധ്യേഷ്യയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഈ എണ്ണവിലയിലൊക്കെ വലിയ വർധനമുണ്ടാകുന്നുണ്ട്. ഈ എണ്ണ മേഖലകളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും ആഗോള വിപണിയിൽ ഈ വില ഉയരുന്ന ഒരു സാഹചര്യം അത് ഇന്ത്യൻ വിപണിയെയും സ്വാഭാവികമായും ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ അടിയന്തരാവസ്ഥയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. ലോകരാജ്യങ്ങൾ ഇരുചേരിയിലായി ചേരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന് പിന്തുണയായി ഒരു വിഭാഗവും ഇറാന് പിന്തുണയുമായി മറ്റൊരു വിഭാഗവും എത്തുന്നതോടുകൂടി വലിയ പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. UAE ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ വലിയ ചർച്ചകൾ വേണം, മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഇടപെടലുകൾ വേണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉയരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതലായി എത്താതിരിക്കാനുള്ള നടപടികളായിരിക്കും ലോകരാജ്യങ്ങൾ മുഴുവനായി എടുക്കേണ്ടത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ശക്തമായി ഇസ്രായേലിന് ശക്തമായി തിരിച്ചടിക്കാൻ കഴിയും. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ ആദ്യത്തെ ആക്രമണത്തിന് പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുകയാണ്. പക്ഷേ അതേ തിരിച്ചടി ഇസ്രായേലും തുടർന്നാൽ തീർച്ചയായും അത് വലിയ യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം നേരത്തെയൊക്കെ നമുക്ക് പറയുന്നത് പോലെ യുദ്ധം ഒരിക്കലും നന്മയൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല, വലിയ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന വലിയ പ്രശ്നമായി മാറാനാണ് സാധ്യത.